നമസ്കാരം. ഈ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അതിൻ്റെ ഒരു വിശദീകരണമാണ് നമ്മളിപ്പം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വടക്കൻ സമ്പ്രദായത്തിനകത്ത് മെയ്പ്പേറ്റിനകത്ത് എല്ലാ ഈ നമ്മുടെ വെറുങ്കയുടെയും അടിസ്ഥാനമായിട്ടുള്ള മെയ്പ്പേറ്റിനകത്താണ്. മെയ്പ്പേറ്റ് ആണ് കൂടുതലും അതിനകത്ത് എല്ലാ കാര്യങ്ങളും വരുന്നത്. പിന്നീട് നമ്മൾ ആയുധപ്പയറ്റിലേക്ക് പോകുമ്പം അതിൻ്റെ ചുവടുകളും വടിവുകളും അതിൻ്റെ കൈയുടെ ചലന രീതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ സെൽഫ് ഡിഫൻസ് എന്നുള്ള രീതിയിലെ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ കളരിപ്പയറ്റിന് ഒരു സിംബോളിക്കായിട്ടുള്ളൊരു ഒരു ഒരു മെത്തേഡുണ്ട്. അതായത് അതിൻ്റെ ഒരു താത്വികമായിട്ടൊരു നിലപാടുണ്ട്. തൊഴുതമർന്ന് പറയുമ്പോൾ തന്നെ തൊഴുതമർന്ന് അമർച്ചിൽ ഇടത്ത് വെച്ച് വലതും ചോട്ടി വലതു ചോട്ട് മാറി ഇടത്തും കൂട്ടി വാങ്ങി അമർന്നുള്ള തുടക്കത്തിലുള്ളൊരു ഇതാണ്. അപ്പോൾ ഒത്തടി അമർന്നു ഉള്ള രീതിയാണ് തുടക്കം. ഈ അഭ്യാസത്തിന് തൊഴുതമർന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു അഭ്യാസത്തിൽ തൊഴുതമരുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ആക്രമണ മനോഭാവം അല്ല ആദ്യം വരുന്നത്. തൊഴുതമരുക എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ളൊരു ഒരു വിഷയം ഒരു എന്താ പറയുന്നത് ഒരു സെൽഫ് ഡിഫെൻസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിലേക്ക് പെട്ടെന്ന് പോകാനായിട്ട് നമ്മൾ ബിൽഡിംഗ് അല്ല. അങ്ങനെ ഒരു സമാധാന രീതിയാണല്ലോ തൊഴുതമരുക എന്ന് പറയുന്നത്. തൊഴുതമർന്ന് മറിച്ച് ഇടത്ത് വെച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇടത്ത് വെച്ചൊരു ഡിഫൻസ് മാത്രമേ ആവുന്നുള്ളൂ. അവിടെയും പ്രയോഗങ്ങൾക്ക് പ്രാധാന്യം ഗുരുക്കന്മാർ പറയുന്നില്ല. വലതുകൊണ്ട് ചവിട്ടി എന്ന് പറഞ്ഞ സമ്പ്രദായത്തിനകത്ത് ചെറിയൊരു വീഴ്ത്തൽ, ഒരു തള്ളി മാറ്റൽ മാത്രമായിട്ടേ വരുന്നുള്ളൂ. അപ്പോഴും അതിനകത്ത് ഒരു നമ്മൾ കഠിനമായ പ്രയോഗങ്ങളിലേക്ക് പോകുന്നില്ല. 1, 2, 3 പ്രാവശ്യത്തെ ഒഴിവുകൾക്ക് ശേഷം അല്ലെങ്കിൽ ചെറിയ തടവുകൾക്ക് ശേഷമാണ് ഇടത്തും കൂട്ടി വാങ്ങിയാൽ മറന്ന് പറയുന്നത്. കുറച്ചുകൂടെ കഠിനമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. ഇത് നമ്മളെല്ലാ വിഷയത്തിനകത്ത് അനുഷ്ഠിക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ ശരിക്കും കളരിപ്പയറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ ആ തൊഴുതമർന്ന് ഇടത്ത് വെച്ചു എന്നുള്ള ആ സമ്പ്രദായത്തിനകത്തുള്ള ചുവടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തുടക്കത്തിൽ കാണിച്ച ഇടത്ത് വെച്ച് വലതിൻ്റെ ഒട്ടെന്നുള്ള അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ടൊന്ന് കാണാം. ഇടത്ത് വെച്ച് സെമി സർക്കിൾ, ഇടത്ത് വെച്ച് വലതുകൊണ്ട് ചവിട്ടി അർത്ഥവൃത്താകാരത്തിൽ വലത് വൈകോട്ട് മാറുന്ന അങ്ങനെ തന്നെയാണ് കാര്യം വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇടത്തും കൂട്ടി വാങ്ങി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ നിബന്ധന ഇതിനെ ഇടത്ത് വെച്ച് വലതുകൊണ്ട് ചവിട്ടി എന്നുള്ള ആ മൂവ്മെന്റ് ഉണ്ട്. അത് അർത്ഥവൃത്താകാരത്തിലാണ്, ചന്ദ്രക്കലാ രീതിയിൽ. അതാണ് അത് മുന്നോട്ട് കയറിയ പുറത്തോട്ട് ഇറങ്ങുകയും ചെയ്തു. അതാണ് നമ്മളിപ്പോൾ ഇവിടെ അതിന് മുമ്പുണ്ടായ മൂവ്മെന്റ്സിനകത്ത് നമ്മൾ അതെങ്ങനെയാണ് പ്രായോഗികമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത് ഇതിൽ നിന്നാണ്, ഈ നമ്മുടെ ഈ ചലനങ്ങളിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ എല്ലാ മൂവ്മെന്റുകളും ചെയ്യുമ്പോൾ വടിവുകൾ അതിലേക്ക് സ്വാഭാവികമായിട്ട് വരിക എന്നുള്ളത്, അല്ല അന്നേരം തന്നെ അത് അനുഷ്ഠിക്കുക എന്നുള്ളതല്ല. സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ ഒരു പരിശീലന ക്രമത്തിൽ വന്നിരിക്കും. അതൊരു അഭ്യാസം എന്നുള്ള രീതിയിൽ അതറിയാതെ തന്നെ ആ മൂവ്മെന്റുകളിലേക്ക് വരും. അതാണ് ആ പരിശീലനത്തിന് പ്രത്യേകത. അത് ആ മെയ്പ്പേറ്റ് ചെയ്യുന്ന മറ്റുള്ള ആയുധങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകത. അപ്പം നമ്മൾ ഈ ഇടത്ത് വെച്ച് വലതുകൊണ്ട് ചവിട്ടി എന്നുള്ളൊരു സെമി സർക്കിൾ പാറ്റേൺ, അർത്ഥചന്ദ്രാകാരത്തിലാണ് അതിൻ്റെ കാലുകളുടെ ഗതി. അപ്പോൾ അത് ഈ പഴുത് നോക്കി കയറുന്ന രീതിയിലാണ് വരിക. അങ്ങനെ അത് തട്ടിയിടുന്ന സമ്പ്രദായമാണ്. അതിനകത്ത് നമ്മൾ ആദ്യം ഇടത് വെച്ച് വലതുകൊണ്ട് ചവിട്ടി എന്നുള്ളതാണ്. ഈ തടവ്, ഈ കാല് അർത്ഥചന്ദ്രാകാരത്തിൽ വരുന്നു. ഇവിടുന്ന് തട്ടുന്നതാണ് ഈ തട്ടിൽ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് അങ്ങോട്ട് ആ ആളുടെ ശരീരം കൊണ്ട് ചലിച്ചു പോകും. അപ്പോൾ അതിനകത്ത് പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ചുവട്, നമ്മൾ ഉപയോഗിക്കുന്ന ചുവടിൻ്റെയും നമ്മൾ ഉപയോഗിക്കുന്ന ചുവടിൻ്റെ ശരീരത്വമൊന്നും ഇല്ലാതെ രീതിയിൽ ചെയ്ത രീതിയാണ്. നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വരുന്നതാണ്. അവിടെ സിമ്പിളായിട്ട് ചെയ്യാം. എന്നാൽ വീഴുന്ന കൊടുക്കുന്ന ആൾക്ക് പെട്ടെന്ന് നിലതെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇടത്ത് വെച്ച് വലതുകൊണ്ട് ചവിട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത്.